കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. നമ്മുടെ മുഖ്യ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ശ്രദ്ധിക്കുക. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. ആരെ കണ്ടപ്പോൾ? അപരിചിതരെ കണ്ടപ്പോൾ. അവരാരാണ്, എന്താണ്, എവിടെ നിന്ന് വരുന്നുവെന്ന് ഈ നിമിഷം വരെ അബ്രഹാമിന് അറിയത്തില്ല. ഈ തിരുവചന ഭാഗത്ത് അങ്ങനെയുള്ള തികച്ചും അപരിചിതരായ അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. അതുമാത്രമല്ല, നിലം വരെ കുനിഞ്ഞു. ഈ അപരിചിതരെ അവൻ എന്താണ് അഭിസംബോധന ചെയ്തത്? അപരിചിതരെ എന്നല്ല, അവനവരെ അഭിസംബോധന ചെയ്തത് യജമാനന്മാരെ, യജമാനന്മാരെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത് അപേക്ഷിക്കുകയാണ്. ഒരപരിചിതന് നേരെ തിരിഞ്ഞ് അവനെ കുനിഞ്ഞ് വണങ്ങി ആദരവോടുകൂടെ ബഹുമാനപുരസരം യജമാനനെ എന്ന് വിളിച്ച് നിനക്ക് കൃപയുണ്ടെങ്കിൽ എന്നെ കടന്നു പോകരുത് എന്ന് പറയുവാൻ തുനിഞ്ഞതായിട്ടുള്ള അബ്രഹാം ഇന്ന് നമുക്ക് വലിയ പാഠം തരികയാണ്. അപരിചിതരെ ചേർത്തുകൊള്ളുന്ന അബ്രഹാം തൻ്റെ സ്വത്വത്തെയാണ്, തന്നെ തന്നെയാണ് കണ്ടെത്തുന്നത് എന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ ഇടയിൽ അപരിചിതത്വം വർദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെയാണ് നഷ്ടമാവുന്നത് എന്നോർത്തു വെപ്പീൻ. അപരിചിതരെ തൻ്റെ സത്തയ്ക്ക് പുറത്തല്ല അബ്രഹാം പ്രതീക്ഷിക്കുന്നത്, മറിച്ച് തൻ്റെ സത്തയുടെ ഭാഗമാക്കിയാണ് അബ്രഹാം അവരെ സ്വീകരിക്കുന്നത്. ആ അപരിചിതരിൽ അബ്രഹാം കേൾക്കുന്നത് അപരിചിതരോട് കരുണ കാണിക്കുന്നതിലൂടെ നീ നിൻ്റെ ജീവിതത്തെ തന്നെ കണ്ടെത്തുകയാണ് എന്ന സന്ദേശമാണ്. അപരിചിതരോട് കരുണ കാണിക്കുന്നതിലൂടെ നീ നിൻ്റെ ജീവിതത്തെ തന്നെ കണ്ടെത്തുകയാണ് എന്ന സന്ദേശം അബ്രഹാം കേൾക്കുകയാണ്. അബ്രഹാം അവരെ വണങ്ങിയാണ് സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, താൻ കണ്ടുമുട്ടുന്ന അപരിചിതരെ തന്നേക്കാൾ വലിയവനായി അബ്രഹാം കാണുകയാണ്. തൻ്റെ വിശപ്പിനേക്കാൾ താൻ കണ്ടുമുട്ടിയവരുടെ വിശപ്പാണ് അബ്രഹാമിന് മുഖ്യം. തൻ്റെ സൗഖ്യത്തേക്കാൾ അപരിചിതരുടെ സൗഖ്യത്തിനായി വെമ്പൽ കൊള്ളുന്ന അബ്രഹാം നമ്മോടേറെ സംഭാഷിക്കുന്നുണ്ട് എന്ന് നാം കാതോർത്താൽ മനസ്സിലാകും. ഇന്ന് ഭാരതത്തിലും നമ്മുടെ സാമൂഹിക പരിസരങ്ങളിലും അപ്രത്യക്ഷമാകുന്ന ചേർത്ത് പിടിക്കലിൻ്റെ നൈതികത, വീണ്ടെടുക്കലിൻ്റെ അനിവാര്യതയിലേക്ക് ഈ വേദഭാഗം വിരൽ ചൂണ്ടുകയാണ്. അബ്രഹാം കണ്ടുമുട്ടുന്ന അപരിചിതരുടെ മുഖം ക്രൂശിതൻ്റെ മുഖം പോലെ വൾണറബിളായിരിക്കണം. ക്രൂശിതൻ്റെ മുഖം പോലെ വൾണറബിളായിരിക്കണം. ദുഃഖവെള്ളിയാഴ്ച ആരാധനാമധ്യേ ശ്രദ്ധാപൂർവം ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ അവൻ്റെ മുഖവർണ്ണന ആരാധനാമധ്യേ നാം കേൾക്കുമ്പോൾ
അവൻ എത്രമാത്രം വികൃതമായിരുന്നു, എത്രമാത്രം വൾണറബിളായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. സൂര്യൻ്റെ കനൽക്കാറ്റേറ്റ് കരിവാളിച്ച മുഖവുമായി ഈ വഴിപോക്കർ തൻ്റെ മുന്നിൽ അപരിചിതരായി നിൽക്കുമ്പോൾ ഈ ക്രൂശിതൻ്റെ മുഖം എത്ര വൾണറബിളായിരുന്നോ അവണ്ണം വൾണറബിളായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവരെ ചേർത്തുകൊള്ളുവാൻ അബ്രഹാം തുനിഞ്ഞത്. ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ ഒരാളെ കൊല്ലുന്ന ഇക്കാലത്ത് അപരിചിതരിൽ ഇന്നിൻ്റെ കീഴാളരുടെ, വിധവമാരുടെ, ദളിതരുടെ, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ, കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ, ഇരയാക്കപ്പെടുന്നവരുടെ മുഖം ദർശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് അബ്രഹാമിൻ്റെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വളരുവാനായി കഴിയൂ. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഈ പറയപ്പെട്ട വിഭാഗത്തിലുള്ളവർ, അവർ ക്രൂശിതൻ്റെ വൾണറബിൾ മുഖമാണ് ധരിച്ചിരിക്കുന്നത്, അതാണ് പ്രകാശിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കവരെ അരിമയോടുകൂടെ അരികിൽ ചേർത്ത് നിർത്തുവാനായി സാധിക്കുകയുള്ളൂ. നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും കടപ്പാടിനെക്കുറിച്ചുമാണ് ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടത്. ആ നിമിഷം അപരിചിതർ നമ്മിലേക്ക് സംശീകരിക്കപ്പെടുകയാണ്. അവരകറ്റുകയല്ല, അവരെ ആട്ടിയോടിക്കുകയില്ല, അവരെ നാം മാറോട് ചേർത്ത് നിർത്തുന്ന, നമ്മിലേക്ക് സംശീകരിക്കുന്ന സുന്ദരമായ ഒരനുഭവം. ഞാനും അപരിചിതനുമായുള്ള അകലം ഇല്ലാതെയായി പോകുന്നുവെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സത്യം. ഇവിടെ ആതിഥേയനല്ല, അപരിചിതരാണ് സംസാരിക്കേണ്ടത്. അബ്രഹാം വിളിക്കുന്നത് ശ്രദ്ധിക്കുക ഒരിക്കലൂടെ, യജമാനനെ, യജമാനനെ എന്നാണ് അബ്രഹാം. അപരിചിതരെ തൻ്റെ സത്തയുടെ മുകളിലാണ് വയ്ക്കുന്നത്. അവരാണ് ആതിഥേയൻ്റെ സ്വത്വത്തെ രൂപപ്പെടുത്തുവാൻ സഹായിക്കുക. അബ്രഹാം അപരിചിതരെ സ്വീകരിക്കുന്നതിലൂടെ തൻ്റെ തന്നെ ഉണ്മ കണ്ടെത്തുകയാണ്. എന്നു മാത്രമല്ല, തൻ്റെ സ്വത്വത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാനും അബ്രഹാമിന് ഇടയാകുന്നു. അത്തരം പ്രവൃത്തികൾ അബ്രഹാമിൻ്റെ സഞ്ചാര വഴികളെ ദൈവീകമാക്കുകയാണ്. ഇവിടെ അബ്രഹാം നിൽക്കുകയല്ല, അബ്രഹാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നാം ഓർക്കണം. കൂടാരവാസിയാണല്ലോ. ഇന്ന് മാർത്തോമാ സഭയുടെ മിഷനറി യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ തിരുവചനം പറയുമ്പോൾ, നാം ഒരു സഞ്ചാരി സമൂഹമാണെന്നുള്ള നിലയിൽ നമുക്ക് ഇപ്രകാരം ദൈവിക ഭാവങ്ങളോടുകൂടെ സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി തീരണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് നമ്മുടെ സ്വത്വത്തെക്കുറിച്ച്, സഭയുടെ സ്വത്വത്തെക്കുറിച്ച് നാം പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ പുതിയ കാലങ്ങളിലേക്ക് നമുക്ക് ഊർജത്തോടെ സഞ്ചരിക്കാൻ കഴിയും. അപരിചിതരുടെ വീണ്ടെടുപ്പിലും വിമോചനത്തിലും രക്ഷാനുഭവത്തിലുമാണ് നമ്മുടെ സ്വർഗം കുടികൊള്ളുന്നത് എന്ന് നാം മറന്നു പോകരുത്. സ്വർഗത്തെക്കുറിച്ച് ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ സ്വർഗം പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ തിരുത്തൽ നിങ്ങൾക്ക് പറയുന്നു, അപരിചിതരുടെ വീണ്ടെടുപ്പിലും വിമോചനത്തിലും രക്ഷാനുഭവത്തിലുമാണ് നമ്മുടെ സ്വർഗം കുടികൊള്ളുന്നത്. വിദ്വേഷവും അപരവൽക്കരണവും നിറയുന്ന ഇടങ്ങളിൽ നരകവും യാഥാർത്ഥ്യമായി തീരും. അപരിചിതരെ നമ്മുടെ ഇടങ്ങളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമ്പോൾ നാം നമ്മുടെ തന്നെ ജീവനെ കണ്ടെത്തുകയാണെന്നർത്ഥം. അപരമത വിദ്വേഷവും അപരവൽക്കരണവും
വിവേചനവും സൃഷ്ടിക്കുന്ന ഇടങ്ങളിൽ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയരെ, അബ്രഹാമിനോട് ചേർന്ന് അപരിചിതരിൽ തന്നെ തന്നെ കണ്ടെത്തുവാനായി നമുക്ക് ഈ മധ്യാഹ്നത്തിൽ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് ആ രണ്ടാം ഭാഗം അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായി, അപരിചിതർ ദൈവദൂതന്മാരാണ്. അവരെ കർത്തൃത്വം നടത്തുവാൻ അനുവദിക്കുക. അപരിചിതർ ദൈവദൂതന്മാരാണ്. അവരെ കർത്തൃത്വം നടത്തുവാൻ അനുവദിക്കുക. അതിഥികളായി വരുന്നവരുടെ അപരിചിതത്വം അപ്രത്യക്ഷമാവുകയും ആതിഥേയൻ്റെ നിസ്വാർത്ഥവും പ്രതിഫലേച്ഛ കൂടാതെയുമുള്ള ആതിഥ്യത്തിലുമാണ് ദൈവിക വെളിപ്പാട് സംഭവിക്കുന്നത്. ആഴമായ ബന്ധങ്ങളും ആഴമായ സൗഹൃദങ്ങളും വിടരുന്ന ഇടങ്ങളിൽ ദൈവിക വെളിപ്പാടുകൾ അനിവാര്യമായി യാഥാർത്ഥ്യങ്ങളാവും എന്നതിൽ രണ്ട് പക്ഷമില്ല. ത്യാഗാത്മകമായ ആതിഥേയത്വത്തിലൂടെ അതിഥികളെ കർത്തൃത്വം നടത്തുവാൻ അനുവദിക്കുന്ന അബ്രഹാം തൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തെ ക്ഷണിച്ച് വരുത്തുകയാണ്. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്ര സ്വാഭാവികമായിട്ടാണ് അബ്രഹാമിൽ ഈ അനുഗ്രഹം വന്നു ചേരുന്നത്. അപരിചിതരായ ഈ വഴിപോക്കരെ കൈക്കൊണ്ടതിലൂടെ അവരുടെ നാവിൽ നിന്നുതിർന്നു വീണ അനുഗ്രഹ വശസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപരിചിതർ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു പക്ഷേ അബ്രഹാം അത് ശല്യമായി കാണുന്നില്ല എന്നതാണ് കൗതുകം. എന്ന് മാത്രവുമല്ല, അപരിചിതർക്കായി തൻ്റെ വിഭവങ്ങൾ പങ്കിടുവാൻ അബ്രഹാം തയ്യാറാകുകയാണ്. ഒരു മുറി അപ്പക്കഷ്ണം എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ അബ്രഹാം ഭവനത്തിൻ്റെ ഉള്ളിൽ, കൂടാരത്തിനുള്ളിൽ പ്രവേശിച്ച് തൻ്റെ ഭാര്യ സാറായിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു, പരിചാരകർക്ക് നിർദ്ദേശം നൽകുന്നു. ഞാനിത് വായിച്ചപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വീട് വിട്ടുപോയ മകൻ മടങ്ങി വന്നപ്പോൾ പിതാവ് ഒരുക്കുന്നതായുള്ള വലിയ സദ്യ കണക്കെ എത്ര സുന്ദരമായ സദ്യക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി സദ്യ ഒരുക്കി ഇവിടെ ഈ തണലിൽ ഈ അപരിചിതർക്ക് വലിയ വിരുന്ന് നൽകുകയാണ്. അതുകൊണ്ട് തൻ്റെ വിഭവങ്ങൾ പങ്കിടുവാൻ അബ്രഹാം തയ്യാറാകുന്നു. തനിക്ക് ഭക്ഷണത്തിനായി കരുതിയിരുന്നത് അബ്രഹാം അപരിചിതർക്ക് വിളമ്പുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ അപരിചിതരുടെ സാന്നിധ്യം തന്നിലെ നിയോഗത്തെ, ഉത്തരവാദിത്വത്തെ തട്ടി ഉണർത്തി എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം അപരിചിതർ തന്നിൽ കർത്തൃത്വം നടത്തുവാൻ അബ്രഹാം അനുവദിക്കുകയാണ്. അബ്രഹാമും ഭവനവും അനുഗ്രഹിക്കപ്പെടുന്നത് അതിഥികൾക്ക് തൻ്റെ ഭവനമെന്ന ഇടം പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നതിലൂടെയാണ്. യഥാർത്ഥത്തിൽ അബ്രഹാം സൃഷ്ടിക്കുന്നത് ഒരു പുത്തൻ സംസ്കാരമാണ്. പരസ്പര സ്വീകരണത്തിൻ്റെ, പരസ്പര അംഗീകരണത്തിൻ്റെ ഒരു പുത്തൻ സംസ്കാരം അവിടെ ഉടലെടുക്കുകയാണ്. ആതിഥ്യത്തിൻ്റെ അന്ത്യത്തിൽ തൻ്റെ ഭവനത്തിൻ്റെ അധികാരവും കർത്തൃത്വവും അതിഥികൾക്ക് അബ്രഹാം വിട്ടുകൊടുക്കുകയാണ്. അതിഥികളാണ് ഒരു മകൻ്റെ പിറവിയുടെ സുവാർത്ത അബ്രഹാമിനെ അറിയിക്കുന്ന ദൈവദൂതന്മാരായി തീരുന്നത്. അതുവരെ അപരിചിതർ എന്ന് നമുക്ക് തോന്നിയിരുന്നപ്പോൾ ഇവിടെ അത്ഭുതകരമായ, ഏറെ നാളുകൾക്ക് മുൻപ് നൽകിയ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണത്തിനായി ഒരു പുത്രൻ ജാതനാകുമെന്നുള്ള സദ്വാർത്ത ഈ കയറി വന്ന വഴിപോക്കർ അപരിചിതർ ഇപ്പോൾ ദൈവദൂതന്മാരെ കണക്ക് അബ്രഹാമിനെ അറിയിക്കുകയാണ്. അപരിചിതർ ദൈവദൂതന്മാരാണെന്നറിയാതെ അബ്രഹാം സ്വീകരിക്കുമ്പോൾ ദൈവിക വെളിപ്പാട് അവിടെ സംഭവിക്കുകയാണ്. വിദ്വേഷത്തിൻ്റെയും വിവേചനത്തിൻ്റെയും വിത്തുകൾ പാകപ്പെടുന്ന ഇടങ്ങളിൽ ക്രിസ്തു ഒരിക്കലും പിറക്കുകയില്ല, സ്പഷ്ടം. അതുകൊണ്ടാണല്ലോ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലും
യെരുശലേമിലും പിറവിയെടുക്കാതെ യേശുക്രിസ്തു പെരുവഴിയിൽ പിറന്നത്? അതല്ലേ ബേത്ലഹേമിൻ്റെ സന്ദേശം? ഏത് കൊട്ടാരമാണ് തുറന്നു കൊടുക്കുകയില്ലായിരുന്നത് ദൈവപുത്രൻ ജനിക്കണമെങ്കിൽ? എന്നാൽ വിദ്വേഷവും പകയും ബാക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ ജാതം ചെയ്യുകയില്ല എന്ന് നാം മനസ്സിലാക്കിയല്ലോ. പെരുവഴിയിൽ പിറവിയെടുക്കുകയാണ്. അബ്രഹാമിനൊപ്പം സാറയും കുടുംബമായി ആതിഥ്യത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ അപരിചിതരെ ചേർക്കുന്നതിലൂടെ ഒരു ഭവനവും അവർ വസിക്കുന്ന ദേശവും അനുഗ്രഹിക്കപ്പെടുന്നു. അവർ അവരുടെ തന്നെ ഉണ്മ കണ്ടെത്തുകയും പുനർനിർവചിക്കുകയും ചെയ്യുന്നു. വിദ്വേഷവും അപരവൽക്കരണവും കാട്ടുതീ പോലെ കത്തിപ്പടരുന്ന ഈ ലോകത്ത് അബ്രഹാം നമുക്ക് ഉദാത്തമായ ഒരു മാതൃകയാവുകയാണ്. ഈ മണൽപ്പരപ്പ്, പലതിനും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മണൽപ്പരപ്പ് അപരവൽക്കരണത്തിൻ്റെ കുഴിച്ചിടപ്പെടൽ സംഭവിക്കുന്ന ഇടമാവുമെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ വെളിപ്പെടും. ഈ സുന്ദര തീരത്ത് ആതിഥേയരായി നാം തീരുമ്പോൾ അനുഗ്രഹം നമ്മിൽ വന്നു നിറയും. വരണ്ടുണങ്ങിപ്പോയ നമ്മുടെ ജീവിതങ്ങൾ വിടരും. നമ്മിൽ ദൈവരാജ്യം പൂത്തുലയും. ഒരു കാലത്ത് മാരാമണ്ണിൽ വിവിധ ജാതി മതസ്ഥരായ ആളുകൾ വന്നു ചേരുമായിരുന്നു. ഇതൊരു സഭാവിഭാഗത്തിൻ്റെ കൺവെൻഷൻ കൂടിവരവിൻ്റെ ഇടമല്ലായിരുന്നു. ശരിയാണ്, മാർത്തോമാ സഭയ്ക്ക് വേണ്ടി മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം ഒരുക്കുന്ന യോഗങ്ങളാണ്. എന്നാൽ എല്ലാവർക്കും സ്വീകരണം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും തുറന്ന കരങ്ങളോടുകൂടെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാരാമൺ യോഗം കൺവെൻഷനുകളുടെ കൺവെൻഷൻ എന്ന് പറഞ്ഞിരുന്നു. ആ ആഴ്ചയിൽ ചുറ്റുവട്ടങ്ങളിൽ മറ്റൊരു കാര്യവും നടക്കാത്ത നിലയിൽ ആയിരുന്നു. എല്ലാവരുടെയും കണ്ണും കാതും അവരുടെ കാൽപാദങ്ങളും മാരാമണ്ണിലെ നദീതടത്തിലേക്ക് ലാക്കാക്കി ഉള്ളതായിരുന്നു. അതിരാവിലെ പൊതികെട്ടി വള്ളത്തിലും മറ്റ് സഞ്ചാര മാർഗങ്ങളും അവലംബിച്ച് ഇവിടെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ദിനരാത്രങ്ങൾ പാർത്ത് അവരുടെ ജീവിതത്തിൻ്റെ ആഘോഷമാക്കി തീർത്ത് ഒക്കെ അവർ പോയിരുന്നു. കുറേ നാളുകൾക്ക് മുന്നമേ ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഫലമായി വിശ്വാസത്തിലേക്ക് വന്ന ആളുകളും അന്വേഷകരും പല ഭാഷാ സംസ്കാരങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ കൂട്ടങ്ങളായി ഇവിടേക്ക് വരാൻ തുടങ്ങിയിരുന്നു. അന്ന് ഞാൻ 1-2 ആവർത്തി ബർണബാസ് തിരുമനസുമായി എൻ്റെ വേദന പങ്കുവച്ചത് ഞാൻ നിങ്ങളോട് പറയട്ടെ. അങ്ങനെ വന്നു ചേരുന്നവരെ നാം സ്വീകരിക്കുന്നുണ്ടോ? അവർക്ക് ആതിഥ്യമരുളുന്നുണ്ടോ? അതോ അവർ അപരിചിതരായി വന്ന് കൂടുതൽ അപരിചിതരായി മടങ്ങിപ്പോകുകയാണോ? അവരുടെ പാട്ടുകൾ ദൈവത്തിൻ്റെ ഭാഷയിലല്ലേ? അവരുടെ തിരുവചനം വായന ദൈവത്തിൻ്റെ ഭാഷയിലല്ലേ? അതോ ദൈവത്തിന് മലയാളമേ തിരിയോ? അതുകൊണ്ട് ഞാൻ തിരുമേനിയോട് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു, നമുക്ക് ചില ദിവസങ്ങളിൽ ചില പാട്ട് അവരൊക്കെ മാറി മാറി പാടട്ടെ, തിരുവചനം അവർ വായിക്കട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ, സന്ധ്യകളിൽ അവർ കൂടിയിരുന്ന് അവരുടേതായുള്ള സാക്ഷ്യം അവർ പങ്കുവെക്കട്ടെ. ഈ മണപ്പുറം സാക്ഷ്യത്തിൻ്റെ മണൽപ്പരപ്പാകട്ടെ എന്ന് പറഞ്ഞു. കുറേയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഞാനിന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ വരുന്നതായിട്ടുള്ള വിശ്വാസികളാകട്ടെ, അന്വേഷകരാകട്ടെ, കൗതുകത്തിന് വരുന്നവരാകട്ടെ, അവരെ അബ്രഹാമിൻ്റെ മനോഭാവത്തോടുകൂടെ ഈ ആതിഥേയത്വം വഹിച്ച് അവരെ നാം ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ അവരിന്ന് ഒരുപക്ഷെ ഈ പരിമിതികളുടെ നടുവിലും കുറച്ചു പേരെങ്കിലും ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഒരു 42 വർഷങ്ങൾക്ക് മുന്നമേ വൈദിക സെമിനാരിയിലെ
വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ചുമതലയുണ്ട്. കൺവെൻഷൻ്റെ ഇടവേളകളിൽ പന്തലിൽ ഇരിക്കുന്ന അപരിചിതരെന്ന് തോന്നുന്ന ആളുകളെ സമീപിച്ച് അവരോട് കുശലം പറയണം. അവർക്ക് ഹൃദ്യമെന്ന് തോന്നിയാൽ അവരോട് കർത്താവിനെക്കുറിച്ച് പറയാനായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യമെടുക്കാം. അങ്ങനെ ഞാൻ ഓർക്കുന്നു, എത്രയോ പേരെ അന്ന് പുതിയതായി പരിചയപ്പെട്ടിട്ടുണ്ട്. അതെല്ലാവരും ക്രിസ്ത്യാനികളോ മാർത്തോമാക്കാരോ ഒന്നുമല്ലായിരുന്നു. നമ്മുടെ സഹോദരി വിശ്വാസ സമൂഹങ്ങളിലെ ആളുകളുണ്ടായിരുന്നു. അവരിവിടെ വന്ന് ഈ തണലിൽ, ആ പഞ്ചസാര മണലിൽ, കുശനിലിരിക്കുന്ന ആ ഒരു സന്തോഷത്തോടുകൂടെ ഇവിടെ ഇരുന്ന് ഇതിൻ്റെ സന്തോഷം നുകർന്നത് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ സന്ദേഹത്തോടെ പറയട്ടെ, ആരാണ് വരുന്നത്? നമ്മളല്ലാതെ ആരെങ്കിലും വരുന്നുണ്ടോ? ദേശവാസികൾ വരുന്നുണ്ടോ? കൗതുകത്തിനെതിരെ പോകുന്നുണ്ടാവാം. എന്നാൽ എൻ്റെ വാത്സല്യമുള്ളവരെ, ഇത് നമുക്ക് മടക്കിക്കൊണ്ടുപോകുവാൻ കഴിയുമെങ്കിൽ ഈ മാരാമൺ മഹായോഗം എല്ലാവരുടെയും യോഗമായി തീരണം. എല്ലാ ജനങ്ങൾക്കും വന്ന് സത്യസുവിശേഷം കേൾക്കാനിടയാകണം. ഇവിടെ 2 നാൾ മുമ്പ് പറഞ്ഞല്ലോ നമ്മുടെ ജിജിയച്ചൻ, സെക്രട്ടറി അച്ഛൻ, ഇവിടെ മതം മാറ്റമല്ല, ഇവിടെ മനം മാറ്റമാണ്. ദൈവസ്നേഹത്താൽ ആളുകൾ ആകൃഷ്ടരാകുമ്പോൾ അവർ മനം മാറ്റത്തിനാണ് വിധേയമാകുന്നത്, അല്ലാതെ മറ്റൊന്നിനല്ല. അങ്ങനെയുള്ള ഒരു തുറവിയുടെ ഈ തുറന്ന പന്തലിൻ കീഴിൽ, ഇതിൻ്റെ പരിസരത്തിന് കീഴിൽ നമുക്കൊരു ആതിഥേയത്വം വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ, അബ്രഹാമിൻ്റെ മനോഭാവത്തിൽ ഈ ആതിഥേയത്വം വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ദേശത്തിൻ്റെ ഉത്സവമായി, സുവിശേഷത്തിൻ്റെ ആറാട്ടായി നമുക്കിത് തീർത്തുകൂടെ? അങ്ങനെയെങ്കിൽ ഇന്ന് നാം കാണുന്ന വിഭാഗീയതയിൽ നിന്ന്, ഇന്ന് നാം കേൾക്കുന്നതായുള്ള വിദ്വേഷങ്ങളിൽ നിന്ന്, പകയുടെ വാക്കുകളിൽ നിന്ന് കുറെയെങ്കിലും സ്നേഹത്തിൻ്റെ ആ മൂല്യവത്തായിരിക്കുന്ന ബന്ധങ്ങളുടെ ദൃഢീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ലയോ എന്ന് നാം സാവകാശം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പറയുന്നത് ഇന്നൊരു തിരുവചനം പറയണമെന്നുള്ള നിർബന്ധത്താൽ പറയുന്നതല്ല. ഒരംശം അങ്ങനെ കാണും, അസൈൻമെൻ്റ് ആണല്ലോ, അങ്ങനെ കാണുമായിരിക്കാം. ഈ ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ നാടായ ഈ മണ്ണിൽ നാം വിട്ടു വളർന്നു വരുന്ന ഈ വിദ്വേഷങ്ങളും പകയും അകൽച്ചയും ഒക്കെ കാണുമ്പോൾ ഹൃദയവ്യതയോടുകൂടെ സുവിശേഷത്തിൻ്റെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, നമുക്കൊന്നും വേണ്ട, നമുക്കൊന്നും ചെയ്യണ്ട. നമുക്ക് ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ. ആതിഥ്യം നൽകി ജനങ്ങളെ സ്നേഹത്തിലേക്ക് ആകർഷിച്ച് ആ ബന്ധത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു കണ്ണിയായിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ദൈവപ്രസാദമുള്ള, ദൈവത്തിന് പ്രിയമുള്ള ഒരു ചെറിയ തുരുത്തായി നമുക്ക് ശോഭിപ്പാനായി ഈ നാളുകളിൽ സാധിക്കും. എൻ്റെ വാക്കുകൾ എൻ്റെ സമയപരിധിക്കുള്ളിൽ ഞാൻ നിർത്താനായിട്ട് ശ്രമിക്കട്ടെ. ഇവിടെ ഇതാ നാം പറഞ്ഞു വെച്ചല്ലോ, അബ്രഹാമിൻ്റെ 3 സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച്. അത് നമുക്കൊന്ന് പറഞ്ഞവസാനിപ്പിക്കാം. ഹൃദയത്തിൻ്റെ പലകയിൽ നമുക്ക് കോറിയിട്ട് കൊണ്ടുപോകാം. അബ്രഹാമിനെ പോലെ നമുക്ക് നല്ല ആതിഥേയന്മാരായി മാറുവാൻ ഇന്ന് കഴിയുമോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അബ്രഹാമിനെ പോലെ നമുക്ക് നല്ല ആതിഥേയരായി മാറുവാൻ കഴിയുമോ എന്ന് നാം ചോദിക്കണം. അബ്രഹാമിനെ പോലെ അപരിചിതരിൽ നമ്മെ തന്നെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സ്വത്വം അപരനിലാണ് എന്ന് മനസ്സിലാക്കി അവരെ സ്വീകരിക്കുന്നതിലൂടെ, അവരിൽ നമ്മുടെ സ്വത്വത്തെ കണ്ടെത്തുവാൻ കഴിയുന്നതിലൂടെ നമുക്കൊരു പുതിയ സംസ്കാരം കെട്ടുപണി ചെയ്യുവാൻ സാധ്യമായി തീരുമോ? അബ്രഹാമിനെ പോലെ അപരിചിതർ ദൈവദൂതന്മാരാണെന്ന് കരുതി അവരിൽ കർത്തൃത്വമേൽപ്പിക്കുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇവിടെ ഇത് അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം പകരുകയാണ്. ഇവിടെ ഇത് അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, സാറായിയെ നിങ്ങൾക്കൊരു വാഗ്ദത്തം ലഭിച്ചിരുന്നല്ലോ, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വിചാരമുണ്ട്
നിങ്ങൾ പ്രായം ചെന്നിരിക്കുന്നു. അതുകൊണ്ടല്ലേ സാറായി ചിരിച്ചത്? ഇത് അസാധ്യമെന്ന് തോന്നിയിട്ടല്ലേ ചിരിച്ചത്? അങ്ങനെ അസാധ്യമെന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ ഈ അപരിചിതരായ മൂവര് അവരെ സന്ദർശിച്ച് ആതിഥ്യം സ്വീകരിച്ചതിൻ്റെ ഫലമായി കൂടെ ഇവിടെ ഇതാ അവർ പറയുന്നു, ഒരാണ്ട് തികയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വാഗ്ദത്ത സന്തതി ജനിക്കുവാൻ പോകുന്നു. നീ ചിരിച്ചുകൊള്ളുവീൻ, എന്നാലതൊരു യാഥാർത്ഥ്യമാണ്. ഞാനിവിടെ നിന്ന് പറയുന്ന ഈ കാര്യം കേട്ട് ചിലരെങ്കിലും മനസ്സിൽ ചിരിച്ചിട്ടുണ്ടാവും. ഇന്നലകളെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണോ തിരുമേനി പറഞ്ഞു വെക്കുന്നത്? കഴിയും പ്രിയരെ. സ്നേഹത്തിൻ്റെ വശ്യതയിൽ നമുക്കത് സാധ്യമാക്കി തീർക്കണം. അതിന് നാം ഒന്നായി ഈ മനോഭാവത്തിലേക്ക് തിരികെ വരുന്നുവെന്ന് വരികിൽ നാം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലല്ല ദൈവത്തിന് പ്രീതി തോന്നുന്നത്. ദൈവത്തിന് പ്രീതി തോന്നുന്നത് ദൈവം നല്ലതെന്ന് കണ്ട് മെനഞ്ഞ ഈ മനുഷ്യനെ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ വിധത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന, പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും മടക്കിക്കൊണ്ടുവരുന്ന ആ സ്നേഹത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ അത് ദൈവത്തിന് പ്രിയമായി തീരും. നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരും. അതിന് ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം തമ്പുരാൻ നമ്മെ ശുദ്ധീകരിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ, നമ്മെ വഴി നടത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.